നമസ്കാരം. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യതലസ്ഥാനമായ ദില്ലിയിൽ ഒട്ടനവധി അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്. പുതിയ പാർലമെന്റ് കോംപ്ലക്സ്, അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് അനുബന്ധ പദ്ധതികൾ, ഇതിനെ സെൻട്രൽ വിസ്റ്റ എന്നാണ് പറഞ്ഞിരുന്നത്. ഈ പദ്ധതികളെ ആകെക്കൂടി ഇങ്ങനെയുള്ള ധാരാളം പദ്ധതികൾ തലസ്ഥാന നഗരിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഈ വരുന്ന ഓഗസ്റ്റ് മാസം 11-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നിർവഹിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നത് രാജ്യത്തെ MP-മാർക്കുള്ള ഔദ്യോഗിക വസതികൾ അടങ്ങുന്ന ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ്. ദില്ലിയിലെ ബാബ ഖരക് സിംഗ് മാർഗിലാണ് ഈ ഫ്ലാറ്റ് സമുച്ചയം പണി കഴിപ്പിച്ചിട്ടുള്ളത്. വെറും 9 മാസങ്ങൾ കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഫ്ലാറ്റ് സമുച്ചയം പണി പൂർത്തിയാക്കിയത്. അതായത് ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളായിട്ടുള്ള MP-മാരുണ്ട്. ഈ MP-മാർ 543ഓളം പേർ ലോക്സഭയിൽ തന്നെയുണ്ട്. രാജ്യസഭയിൽ 245ഓളം പേരുണ്ട്. ഈ MP-മാർക്കെല്ലാം ദില്ലിയിൽ വീടുകൾ അനുവദിച്ചിട്ടുണ്ട്, ഔദ്യോഗിക വസതികൾ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ദില്ലിയുടെ പല ഭാഗങ്ങളിലുമാണ്. ഇത്രയധികം ആളുകൾക്ക് ഔദ്യോഗിക വസതികൾ അനുവദിക്കണമെങ്കിൽ ധാരാളം സ്ഥലം അതിനാവശ്യമാണ്. അത്തരത്തിലുള്ള ധാരാളം വീടുകൾ അവർ അനുവദിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇതെല്ലാം ഒത്തുചേർത്തുകൊണ്ട് ഒരു ഫ്ലാറ്റ് സമുച്ചയം എന്നത് രാജ്യത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. കാരണം അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലസ്ഥാന നഗരിയാണ് ദില്ലി. അവിടെ വലിയ രീതിയിലുള്ള സ്ഥലപ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാ MP-മാർക്കും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വീട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ചെലവാണ്. അതൊരു സുസ്ഥിര വികസനത്തിലേക്ക് പോകുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു ഏകീകൃത ഫ്ലാറ്റ് സമുച്ചയം എന്ന ഒരു ആശയം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ഏറിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ആശയം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത്. 550 കോടി രൂപയാണ് ഈ ഫ്ലാറ്റ് നിർമ്മിക്കാനായി ആദ്യം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ പണി പൂർത്തിയായപ്പോൾ 680 കോടി രൂപ വേണ്ടി വന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ അത് മൊത്തത്തിൽ 680 കോടി രൂപയുടെ പദ്ധതിയാണ്. ഇപ്പോൾ പണി പൂർത്തിയാക്കി അതിൻ്റെ അവസാനവട്ട മിനുക്കൽ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്ന 11-ാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഫ്ലാറ്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്യുന്നത്. MP-മാർക്കുള്ള കീ, ഈ ഫ്ലാറ്റുകൾ അനുവദിച്ചിട്ടുള്ള MP-മാർക്കുള്ള കീ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വിതരണം ചെയ്യും എന്നാണ് ലഭിക്കുന്ന സൂചന. 4 ടവറുകളായിട്ടാണ് ഇത് തിരിച്ചിട്ടുള്ളത്. ഏതാണ്ട് 2468 പേർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് ഈ MP-മാർക്കും അവരുടെ സ്റ്റാഫിനും അവരുടെ കുടുംബാംഗങ്ങൾക്കുമെല്ലാം താമസിക്കേണ്ടതുണ്ട്. 5000 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഫ്ലാറ്റാണ് ഓരോ MP-ക്കും ലഭിക്കുക. 5000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ അത്യാധുനികമായ സൗകര്യങ്ങളോടുകൂടിയ ഫ്ലാറ്റാണ്. ഈ 5000 സ്ക്വയർ ഫീറ്റിൽ MP-മാർക്കുള്ള കിടപ്പ് മുറികൾ ഒഴികെ ഈ ഒരു ഓഫീസ് മുറി, അതോടൊപ്പം തന്നെ MP-മാരുടെ പേഴ്സണൽ സ്റ്റാഫിനുള്ള ഒരു ഓഫീസ് മുറി, അതോടൊപ്പം ഒരു ലിവിങ് ഏരിയ, ഒരു ചെറിയ മീറ്റിംഗ് ഏരിയ, അതോടൊപ്പം കിച്ചൺ, ഇതെല്ലാമുള്ള ഒരു ഫ്ലാറ്റാണ്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ഓരോ ഫ്ലാറ്റാണ് ഓരോ MP-മാർക്കും ലഭിക്കുക. ഇങ്ങനെ നിരവധി ഫ്ലാറ്റുകൾ, ഏതാണ്ട് 2400ഓളം പേർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ MP-മാർ ഇങ്ങനെ കൂട്ടത്തോടെ താമസിക്കുമ്പോൾ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അതെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള പൂന്തോട്ടം, നടക്കാനുള്ള സൗകര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ പുതിയ ഫ്ലാറ്റ് സമുച്ചയത്തിലുണ്ട്. പാർലമെന്റ്, രാഷ്ട്രപതി ഭവൻ, പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാർ ഓഫീസുകൾ ഇതെല്ലാം തന്നെ ഈ ഫ്ലാറ്റിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഈ ലൊക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. പാർലമെന്റിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. MP-മാർക്ക് വരാനും പോകാനും ഒക്കെ ഉള്ള സൗകര്യം അതിനകത്തുണ്ട്. ഈ ഫ്ലാറ്റ് സമുച്ചയം നിലനിൽക്കുന്ന ഒരു സ്ഥലം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിന് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അതിന് യോജ്യമായ ഒരു സ്ഥലമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ അഭിമാനമാകുന്ന ഈ MP-മാരുടെ ഫ്ലാറ്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയാണ് 11-ാം തീയതി. രാജ്യം തന്നെ ഉറ്റുനോക്കിയ ഒരു സംവിധാനം, ഒരു സൗകര്യമാണ് ഇപ്പോൾ രാജ്യത്തിന് കൈവന്നിരിക്കുന്നത്. ദില്ലിയുടെ പല ഭാഗങ്ങളിൽ താമസിച്ചിരുന്ന MP-മാർക്ക് ഇനി കണ്ണായ സ്ഥലത്ത്, പാർലമെന്റിന് തൊട്ടടുത്ത് തന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുങ്ങുന്നു. മാത്രമല്ല പരിസ്ഥിതി സൗഹൃദമായിട്ടാണ് ഈ 4 ടവറുകളും നിർമ്മിച്ചിരിക്കുന്നത്. ഈ സൈറ്റ് ഏരിയയിൽ ഏതാണ്ട് 372ഓളം വൃക്ഷങ്ങളുണ്ടായിരുന്നു. ഈ 372 വൃക്ഷങ്ങളിൽ 223 വൃക്ഷങ്ങളും അവിടെ നിന്ന് പിഴുതുമാറ്റി മറ്റൊരു സ്ഥലത്ത് സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ മറ്റൊരു സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ള മരങ്ങൾ എങ്ങനെ വളരുന്നു, അവയുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അത് കാര്യമായി വളരുന്നുണ്ടോ, അതിനെ പരിപാലിക്കാൻ സാധിക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കാനായി മറ്റൊരു ഏജൻസിയെയും കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരിക്കുകയാണ്. പരിസ്ഥിതി സൗഹൃദമായി തന്നെ ഈ ഫ്ലാറ്റ് സമുച്ചയം രാജ്യത്തിന് തിലകക്കുറിയായി ഉയർന്നു വരികയാണ്. അതിൻ്റെ അവസാന വട്ട മിനുക്കുപണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി 11-ാം തീയതി ഈ ഫ്ലാറ്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്യും. വെബ് ഡെസ്ക്
തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.